Dear students, today we will begin our third module. Third module we divide into two units. The first unit is time of supply. Second unit will be place of supply. When we talk about supply, supply is the cornerstone of GST. GST is based on supply. It's a destination-based tax. GST is levied on ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മേലാണ് GST ലെവി ചെയ്യപ്പെടുന്നത്, മാനുഫാക്ചറിൻ്റെ മേലല്ല. GST എവിടെയാണോ കൺസംഷൻ സ്റ്റേറ്റുകളിലാണ് GST കളക്ട് ചെയ്യുന്നത്, മാനുഫാക്ചറിങ് സ്റ്റേറ്റ്സിലല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ GST പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും 3 സപ്ലൈകളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. ഒന്നെന്താണ് വാല്യൂ ഓഫ് സപ്ലൈ, that we are already covered. Value of supply എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു, അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, ഏതൊക്കെ സെക്ഷൻസിനെയാണ് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട് ഫോളോ ചെയ്യേണ്ടത്, നമ്മൾ വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ടൈം ഓഫ് സപ്ലൈ. ടൈം ഓഫ് സപ്ലൈ ആണ് തീരുമാനിക്കുന്നത് എപ്പോഴാണ് ടാക്സബിൾ ഇവന്റ് സംഭവിക്കുന്നത്. ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ് ഒരു ടാക്സബിൾ ഇവന്റ് സംഭവിക്കുന്നത്, അതാണ് ടൈം ഓഫ് സപ്ലൈ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പം ടൈം ഓഫ് സപ്ലൈ എന്താണ്? ടൈം ഓഫ് സപ്ലൈ തീരുമാനിക്കുന്നു. ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമൈൻസ് വെൻ ദി ലയബിലിറ്റി ടു പേ ടാക്സ് വുഡ് എറൈസ്. ടാക്സ് പേ ചെയ്യാനുള്ള ലയബിലിറ്റി എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് തീരുമാനിക്കുന്നത് എന്താണ്, ടൈം ഓഫ് സപ്ലൈ ആണ്. ദെൻ in order to calculate and discharge tax liability, it is important to know the date when tax liability arises. നമുക്ക് ആ ടാക്സിൻ്റെ റേറ്റും അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സ് ലയബിലിറ്റി അറൈസ് ചെയ്യുന്ന ഡേറ്റ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഏത് ഡേറ്റിലാണ് ടാക്സ് ലയബിലിറ്റി ഉണ്ടാകുന്നത്, ടാക്സ് ലയബിലിറ്റി ഉണ്ടാകുന്ന ആ ഡേറ്റ് അനുസരിച്ചാണ് ടാക്സ് ലെവി ചെയ്യപ്പെടുന്നത്. Then GST എന്താ ഇതിൻ്റെ അത് the date on which the charging event has occurred in GST law it is known as the time of supply. അപ്പോൾ ചാർജിങ് ഇവന്റ് സംഭവിക്കുന്ന ആ ഡേറ്റിന് എന്താണ് നമ്മൾ പറയുന്നത്, ടൈം ഓഫ് സപ്ലൈ. ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ടാക്സ് ചാർജ് ചെയ്യാവുന്ന ഇവന്റ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഡേറ്റ് ആണ്. ആ ഡേറ്റ് അനുസരിച്ചാണ് എന്താണ് ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നത്. Then time of supply എന്ന് പറഞ്ഞാൽ എന്താ, time of supply means the point in time. Time of supply means the point in time when the goods services deemed to be supplied. When the goods and services deemed to be supplied, സപ്ലൈ ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്ന ആ സമയം, ഗുഡ്സോ സർവീസുകളോ അതിൻ്റെ സപ്ലൈ ചെയ്യപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെടുന്ന ആ സമയം, അതാണ് ടൈം ഓഫ് സപ്ലൈ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെന്താ ടാക്സബിൾ ഇവന്റ് സംഭവിച്ചതായിട്ട് കണക്കാക്കുന്നത്. ദെൻ ഇറ്റ് എനേബിൾസ് ടു ഡിറ്റർമൈൻ ദി ടാക്സ് റേറ്റ്. ഇപ്പം ടൈം ഓഫ് സപ്ലൈ എന്താണ്, ആ ഒരു ടാക്സബിൾ ഇവന്റ് ഒക്കോർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ടാക്സ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അതുപോലെ ഇതിൻ്റെ വാല്യൂ തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. എഗെയിൻ ദി ഡ്യൂ ഡേറ്റ് ഫോർ ദി പേയ്മെന്റ് ഓഫ് ടാക്സസ്. അപ്പം ടാക്സ് പേ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് തീരുമാനിക്കുന്നത് എന്താണ്, ടൈം ഓഫ് സപ്ലൈയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു ടാക്സബിൾ ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് എന്താണ്, എപ്പോഴാണ് ഇത് പേ ചെയ്യേണ്ടത്, ഡ്യൂ ഡേറ്റ് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ടൈം ഓഫ് സപ്ലൈയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം GST പഠിക്കുമ്പോൾ 3 സപ്ലൈകൾ പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കണം. വാല്യൂ ഓഫ് സപ്ലൈ, ദെൻ ടൈം ഓഫ് സപ്ലൈ, മൂന്നാമത് പറഞ്ഞാൽ എന്താ, പ്ലേസ് ഓഫ് സപ്ലൈ. എവിടെയാണ് ഈ സപ്ലൈ നടക്കുന്നത്. പ്ലേസ് ഓഫ് സപ്ലൈയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു സപ്ലൈ ഇവന്റിന്റെ മേൽ എന്ത് ടാക്സ് ആണ് ചാർജ് ചെയ്യേണ്ടത്, CGST ആണോ, അല്ലെങ്കിൽ SGST ആണോ, IGST ആണോ, UTGST ആണോ. നമ്മൾ ആ പ്ലേസ് ഓഫ് സപ്ലൈ വെച്ചാണ് ഒരു സപ്ലൈ ഒരു എന്താണ്, ഒരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണോ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഒരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ എന്താണ്, ഇതിൻ്റെ സപ്ലയറും സപ്ലൈ നടക്കുന്ന പ്ലേസും ഒരേ സ്റ്റേറ്റിൽ തന്നെയാണെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് ആയിട്ട് മാറി.
ഒരു ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ അതിൻ്റെ മേൽ 2 തരത്തിലുള്ള ടാക്സ് കളക്ട് ചെയ്യും. CGSTയും SCSTയും കളക്ട് ചെയ്യും. ഇൻട്രസ്റ്റേറ്റ് ആണെങ്കിൽ IGST ആണ് കളക്ട് ചെയ്യുന്നത്. അപ്പം ഏത് ടൈപ്പിലുള്ള GST ആണ് കളക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ആണ്. ടൈം ഓഫ് സപ്ലൈയിൽ നമ്മളെന്താ എന്ന് തൊട്ടാണ് അല്ലെങ്കിൽ ഏതാണ് അതിൻ്റെ ആ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്. മെയിൻലി ദി ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് GST ഈസ് ഡിസൈഡഡ് ബൈ ദി ടൈം ഓഫ് സപ്ലൈ. ടൈം ഓഫ് സപ്ലൈയെ അടിസ്ഥാനമാക്കിയാണ് GST പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ് തീരുമാനിക്കുന്നത്, എന്നാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ദെൻ ടൈം ഓഫ് സപ്ലൈ ഈസ് ഡിഫൈൻഡ് ഇൻ 3 സെക്ഷൻസ്. GSTയിൽ 3 സെക്ഷൻസിലായിട്ടാണ് ടൈം ഓഫ് സപ്ലൈ ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇൻ ദി CGST Act 2017. ഇപ്പോൾ CGST Act 2017-ൽ 3 സെക്ഷനുകളിലായിട്ട് ടൈം ഓഫ് സപ്ലൈ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ എന്താ, സെക്ഷൻ 12. സെക്ഷൻ 12-ൽ ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സിൻ്റെ ടൈം ഓഫ് സപ്ലൈ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? സെക്ഷൻ 12 ആണ് ഡീൽ ചെയ്യുന്നത്. സെക്ഷൻ 12 ഡീൽസ് വിത്ത് ദി ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ്. സെക്ഷൻ 13 ഡീൽസ് വിത്ത് ദി ടൈം ഓഫ് സപ്ലൈ ഫോർ സർവീസസ്. സർവീസസിന്റെ ടൈം ഓഫ് സപ്ലൈ തീരുമാനിക്കുന്നത് സെക്ഷൻ 13 പ്രകാരമാണ്. സെക്ഷൻ 13 of the CGST Act 2017 clearly defines when the time of supply for services has to be determined, how it can be determined. Then section 14, change in the rate of tax in respect of the supply of goods or services. For goods of change in the rate of tax, നമ്മൾ ഈ സപ്ലൈ നടക്കുന്നതിന് മുമ്പോ സപ്ലൈ നടന്നു കഴിഞ്ഞോ അതിൻ്റെ ആ റേറ്റ് ഓഫ് ടാക്സിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഏത് റേറ്റ് ആയിരിക്കും ആപ്ലിക്കബിൾ ആകുന്നത്? ഈ കാര്യങ്ങളെല്ലാം സെക്ഷൻ 14 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ടൈം ഓഫ് സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട് CGST Act 2017-ലെ 3 സെക്ഷൻസ്, സെക്ഷൻ 12, സെക്ഷൻ 13 ആൻഡ് സെക്ഷൻ 14. സെക്ഷൻ 12 deal with the time of supply of goods. Section 13 deals with the time of supply for services. Then section 14 and then deals with the change in tax rate in respect of supply of goods or services. ഗുഡ്സിൻ്റെയോ അല്ലെങ്കിൽ സർവീസസിൻ്റെയോ സപ്ലൈയുടെ മേൽ ഒരു റേറ്റ് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയായിരിക്കും? ഈ 3 സെക്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ആദ്യത്തെ എന്താ സെക്ഷൻ പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 12-ൽ പറഞ്ഞിരിക്കുന്ന ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്, ദാറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 12 ഓഫ് ദി CGST Act 2017. Then the time of supply for goods can be classified into 3 broad categories. The time of supply for goods നമ്മളൊരു 3 കാറ്റഗറിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. 3 ടൈപ്പിൽ നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നു. A, time of supply for goods, forward charges. ഫോർവേഡ് ചാർജസ് ലെവി ചെയ്യപ്പെടുന്ന ഗുഡ്സിന്റെ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ്? ദെൻ സെക്കൻഡ് വൺ ഈസ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് റിവേഴ്സ് ചാർജസ്. റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആകുന്ന ഗുഡ്സിന്റെ മേൽ ഏത് രീതിയിലായിരിക്കണം നമ്മൾ ടൈം ഓഫ് സപ്ലൈ ഡിസൈഡ് ചെയ്യുന്നത്? മൂന്നാമത് ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ് അതർ പ്രൊവിഷൻസ്. അപ്പം ഈ രണ്ടുമല്ലാതെ മറ്റ് മിസ്ലേനിയസ് പ്രൊവിഷൻസിന്റെ കീഴിൽ വരുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ഒക്കെ മേൽ എങ്ങനെയായിരിക്കും ടൈം ഓഫ് സപ്ലൈ ഡിസൈഡ് ചെയ്യുന്നത്? നൗ ലെറ്റ്സ് ഡിസ്കസ് ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ് ഫോർവേഡ് ചാർജസ്. ഈ ഫോർവേഡ് ചാർജസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ കേസ് ഓഫ് ഫോർവേഡ് ചാർജസ്, ദി ടാക്സ് ഈസ് കളക്റ്റഡ് ബൈ GST ഈസ് കളക്റ്റഡ് ബൈ ദി സപ്ലയർ. എഗെയിൻ GST ഈസ് പെയ്ഡ് ബൈ ദി സപ്ലയർ. GST കളക്ട് ചെയ്യുകയും പേ ചെയ്യുകയും ചെയ്യുന്നത് സപ്ലയറാണ്. റിസീവർ ഓഫ് ഗുഡ്സിൽ നിന്നും, റെസിപ്പിയന്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസിൽ നിന്നും സപ്ലയർ GST കളക്ട് ചെയ്ത് ഗവൺമെന്റിന് പേ ചെയ്യുന്ന ആ ഒരു രീതി വന്നു കഴിയുമ്പോൾ എന്താണ് അവിടെ? ഫോർവേഡ് ചാർജസ് ആണ്. ഇനി ഫോർവേഡ് ചാർജസ് റെഫേഴ്സ് ടു ദി റെഗുലർ പേയ്മെന്റ് ഓഫ് ടാക്സസ്. നമ്മൾ ഈ റെഗുലർ പേയ്മെന്റ് ഓഫ് ടാക്സസ് കൊണ്ട് മെയിൻ ചെയ്യുന്നതാണ് ഈ ഫോർവേഡ് ചാർജസ്. ദാറ്റ് ഈസ് the buyer pays the tax to the supplier of goods. സാധനങ്ങൾ വാങ്ങുന്നയാൾ സപ്ലയറിന് ടാക്സ് പേ ചെയ്യുന്നു. ആൻഡ് ദി സപ്ലയർ ഇൻ ടേൺ
remits the taxes to the tax authority. അപ്പോൾ സപ്ലയർ റിസീവർ ഓഫ് ഗുഡ്സിന് ടാക്സ് കളക്ട് ചെയ്ത് ടാക്സ് അതോറിറ്റിക്ക് ടാക്സ് റെമിറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് എന്താ ഫോർവേഡ് ചാർജസ്. ഇതാണ് സാധാരണയായിട്ടുള്ള ഒരു റെഗുലർ പേയ്മെന്റ് ഓഫ് ടാക്സ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് ഫോർവേഡ് ചാർജ് ആണ്. Then the liability to pay tax on goods shall arise at the time of supply. ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. The liability to pay tax arise at the time of supply. ഗുഡ്സിന്റെ സപ്ലൈ നടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ലയബിലിറ്റി ടു പേ ടാക്സ് അറൈസസ്. ഗുഡ്സിന്റെ സപ്ലൈ നടക്കുന്ന ആ സമയത്താണ് ടാക്സ് പേ ചെയ്യാനുള്ള ലയബിലിറ്റി ഉണ്ടാകുന്നത്. That is, time of supply of goods shall be earlier of the following days. നമ്മൾ സെക്ഷൻ 12 പറഞ്ഞിരിക്കുന്നതാണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഷാൽ ബി earlier of the following days. ഒരു രണ്ട് ഡേറ്റുകളാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. earlier of the following days. ഇതൊന്നെന്താ? ഒന്ന് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ദി ഇൻവോയ്സ്, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്. രണ്ടാമത്തേത് ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് പേയ്മെന്റ്. നമ്മൾ ഫോർവേഡ് ചാർജസ് ആപ്ലിക്കബിൾ ആകുന്ന ഗുഡ്സിന്റെ സപ്ലൈ ടൈം തീരുമാനിക്കുന്നതിന് ഓർത്തിരിക്കേണ്ടത് രണ്ട് ഡേറ്റുകളാണ്. ആദ്യത്തെ ഡേറ്റ് എന്താ? ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ്. ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്. അത് അഗെയിൻ ആസ് പെർ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 31 ഓഫ് ദി GST ആക്ട്. GST ആക്ട് സെക്ഷൻ 31 പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ദി ടാക്സ് ഇൻവോയ്സ്. അപ്പം GST ആക്ട് സെക്ഷൻ 31 പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഓഫ് ടാക്സ് ഇൻവോയ്സ് എപ്പോഴാണ്, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് അത് എപ്പോഴാണ് എന്നുള്ള ക്ലിയർ ആയിട്ട് സെക്ഷൻ 31 പറഞ്ഞിട്ടുണ്ട്. ദെൻ CGST ആക്ട് സെക്ഷൻ 31 തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഡേറ്റ് എന്താണ്? ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദി പേയ്മെന്റ്. ഈ രണ്ട് ഡേറ്റുകളിൽ earlier ഓഫ് ദി ഡേറ്റ്സ് ആണ്. ഇതിൽ ഏതാണോ ആദ്യം നടക്കുന്നത് ആ ഡേറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് തീരുമാനിക്കുന്നത്. ദെൻ ആസ് പെർ സെക്ഷൻ 31 ഓഫ് ദി CGST ആക്ട് which deals with time for the issuing GST notice. Section 31 എന്താ? That is related to the time for issuing GST invoice. GST invoice എപ്പോഴാണ് ഇഷ്യൂ ചെയ്യപ്പെടുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 31 പറഞ്ഞിരിക്കുന്നത്. Then an invoice for supply of goods needs to be issued before or at the time of removal of goods. Before or at the time removal of goods for supply to the recipient. റെസിപ്പിയന്റിന് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി സാധനങ്ങൾ സപ്ലയറിന്റെ ഗോഡൌണിൽ നിന്നും റെസിപ്പിയന്റിന്റെ കയ്യിലേക്ക് ഗുഡ്സിന്റെ മൂവ്മെന്റ് ആരംഭിക്കുന്ന ആ സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ആസ് പെർ സെക്ഷൻ 31 വേർ ദി സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. അപ്പം ഈ സപ്ലൈയിൽ ഗുഡ്സിന്റെ മൂവ്മെന്റ് ആക്ച്വലി ഇൻവോൾവ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ ഒരു പർട്ടിക്കുലർ സപ്ലൈക്ക് അതെന്താണ് ഗുഡ്സിന്റെ മൂവ്മെന്റ് ഉണ്ട്. അങ്ങനെ മൂവ്മെന്റ് ഉണ്ട് എങ്കിൽ ഒരു 10 ചാക്ക് ഗോതമ്പ് സപ്ലയറിന്റെ ഗോഡൌണിൽ നിന്നും വാങ്ങുന്നയാളുടെ ഗോഡൌണിൽ എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ സപ്ലയറിന്റെ ഗോഡൌണിൽ നിന്നും ഈ ഗോതമ്പിന്റെ മൂവ്മെന്റ് ആരംഭിക്കുന്നതോട് കൂടി അല്ലെങ്കിൽ അതിന് മുമ്പ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഒന്നെങ്കിൽ ആ മൂവ്മെന്റ് ആരംഭിക്കുന്നതോട് കൂടി അല്ലെങ്കിൽ അതിന് മുമ്പ് സെക്ഷൻ 31 പ്രകാരം GST ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഇനി ഇത് മൂവബിൾ ഗുഡ്സിന്റെ കാര്യത്തിലാണ്. ഇനി മൂവബിൾ അല്ലാത്ത മറ്റ് കേസുകളുണ്ട്. ഇൻ അതർ കേസസ് വേർ ദെയർ ഈസ് നോ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ ഫിസിക്കലി മൂവ് ചെയ്യുന്നില്ല, where there is no physical movement of goods, then an invoice needs to be issued before or at the time of delivery of goods. ഇവിടെ എന്താ ഡെലിവറി ഓഫ് ഗുഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡെലിവറി ആക്ച്വൽ ഡെലിവറിയും കൺസ്ട്രക്റ്റീവ് ഡെലിവറിയും ഉണ്ട്. അപ്പം ആക്ച്വൽ ഡെലിവറി എന്താ? നിങ്ങളൊരു കടയിൽ പോയി ഒരു 10 കിലോ അരി വാങ്ങുന്നു, നിങ്ങൾ പണം കൊടുക്കും, നിങ്ങൾക്ക് 10 കിലോ അരി തൂക്കി തരുന്നു, അവിടെ ആക്ച്വൽ ഡെലിവറിയാണ്. നിങ്ങൾ പൈസ കൊടുത്തു, നിങ്ങൾക്ക് അരി കിട്ടി, ആക്ച്വൽ ഡെലിവറിയാണ്. ഇനി
നിങ്ങളൊരു 10 ടൺ ഗോതമ്പ് വാങ്ങുന്നു. ഈ 10 ടൺ ഗോതമ്പ് വാങ്ങുമ്പോൾ അതൊരു ഗോഡൗണിലാണ് ഇരിക്കുന്നത്. ഈ ഗോഡൗണിൻ്റെ കീ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണതൊരു കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആയിട്ട് മാറി. അവിടെ ആ ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ഡെലിവറിയുടെ ഭാഗമായിട്ട് കണക്കാക്കുന്നില്ല. ഗോഡൗണിൻ്റെ കീ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഗുഡ്സ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യപ്പെട്ടതായിട്ട് ഡീം ടു ബി ഡെലിവേർഡ്, നിങ്ങൾക്ക് ഡെലിവർ ചെയ്യപ്പെട്ടതായിട്ട് കണക്കാക്കും. അപ്പം അങ്ങനെ വരുന്ന കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദെൻ an invoice needs to be issued before or at the time of delivery of goods while making goods available to the recipient. ഇവിടെ എന്താ, അവിടെ ആ കീ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ റിസിപ്റ്റ് ഒരു ഇൻവോയ്സ് കൊടുക്കുക. ഈ രണ്ട് കേസിലും ഗുഡ്സിൻ്റെ ഡെലിവറി നടക്കുമ്പോൾ കൊടുത്തിരിക്കണം. ഫിസിക്കൽ മൂവ്മെൻറ്റിനേക്കാളും പ്രാധാന്യം ഗുഡ്സിൻ്റെ ഡെലിവറി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ദെൻ സിമിലർലി an invoice for supply of services, ഈ സർവീസുകളുടെ സപ്ലൈ ആണെങ്കിൽ ഇൻവോയ്സസ് സപ്ലൈ ഫോർ സർവീസസ് നീഡ്സ് ടു ബി ഇഷ്യൂഡ് ബിഫോർ ഓർ ആഫ്റ്റർ ദി പ്രൊവിഷൻ ഓഫ് സർവീസ്. ബിഫോർ ഓർ ആഫ്റ്റർ ദി പ്രൊവിഷൻ ഓഫ് സർവീസ്, സർവീസിൻ്റെ മുമ്പോ അല്ലെങ്കിൽ സർവീസ് കഴിഞ്ഞോ കൊടുക്കാം. ബട്ട് നോട്ട് ലേറ്റർ ദാൻ 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ്. എന്താ ബട്ട് നോട്ട് ലേറ്റർ ദാൻ 30 days? സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞ് പാടില്ല. അപ്പം 30 ദിവസത്തിനുള്ളിൽ in case of provision of services invoice has to be issued. ആ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിലും കൊടുക്കാം, പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞും കൊടുക്കാം. പക്ഷേ സർവീസിൻ്റെ പ്രൊവിഷൻ കഴിഞ്ഞിട്ട്, സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ദെൻ ടൈം ഓഫ് സപ്ലൈ ക്യാൻ ബി ദി ഏർലിയസ്റ്റ് ഓഫ് ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഓർ ദി ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്. രണ്ട് കാര്യം എന്താ? രണ്ടാമത് പറയുന്നത് ടൈം ഓഫ് സപ്ലൈ ക്യാൻ ബി, ആദ്യത്തേതിലാണ് പറഞ്ഞിരുന്നത് എന്താ? ടൈം ഓഫ് സപ്ലൈ ക്യാൻ ബി earlier of the following dates. The first one is date of issue of tax invoice as per the provisions of section 31 of the CGST Act. ആദ്യത്തെ കണ്ടീഷൻ എന്താ? ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ദി ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ദിവസം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്, അല്ലെങ്കിൽ പേയ്മെന്റ് കിട്ടുന്ന ദിവസം. ഇതിലേത് ഡേറ്റ് ആണോ ആദ്യം നടക്കുന്നത്, ഇതിലേത് ഇവന്റ് ആണോ ആദ്യം നടക്കുന്നത്, ആ ഇവന്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ദെൻ ടൈം ഓഫ് സപ്ലൈ ക്യാൻ ബി ഏർലിയസ്റ്റ് ഓഫ് ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ആൻ ഇൻവോയ്സ് ഓർ ദി ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്, അല്ലെങ്കിൽ റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് ആണോ ആദ്യം നടക്കുന്നത്, അതായിട്ട് നമ്മൾ കണക്കാക്കും. Then provided that where the supplier of taxable goods receives an amount up to ₹1,000 in excess of the amount indicate the tax invoice, the time of supply to the extent of excess amount shall be at the option of the supplier. ഇനി കൂടുതൽ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈം തീരുമാനിക്കുന്നത് സപ്ലയർ ആയിരിക്കും. ടൈം ഓഫ് സപ്ലൈ തീരുമാനിക്കുന്ന സപ്ലയർ ആയിരിക്കും. The date on which the supplier receives the payment shall be the date on which the payment is made. ഏത് ദിവസമാണ് പേയ്മെന്റ് റിസീവ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് എന്താണ്? The date on which the payment is entered in his books. സപ്ലയർ അയാളുടെ അക്കൗണ്ട് ബുക്കിൽ ഏത് ഡേറ്റിലാണോ ഈ എമൗണ്ട് എൻ്റർ ചെയ്യുന്നത്. ഇനി അല്ല എങ്കിൽ or the date on which the payment is credited his bank account. ഇനി സപ്ലയറിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഈ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന ദിവസം, ഇതിലേതാണോ ആദ്യം നടക്കുന്നത് ആ ഡേറ്റ് ആയിരിക്കും ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നത്. ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് ഗുഡ്സ് എന്താണ്? ആക്ച്വലി ദി ഫസ്റ്റ് വൺ ഈസ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ്, ദി സെക്കൻഡ് വൺ ഈസ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്. ഇതിലേതാണോ വിച്ച് എവർ ഹാപ്പൻസ് ഏർലിയർ, ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത്, ആദ്യം നടക്കുന്ന ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് ആണെങ്കിൽ ആ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ഈ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് പേയ്മെന്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേയ്മെന്റ് റിസീവ് ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി നമ്മളൊരു ഇതിന് 2-3 എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആണ്. മിസ്റ്റർ എ ഡിസ്പോസസ് പ്ലാൻ ടു മിസ്റ്റർ ബി ഓൺ 10th May.
മെയ് മാസം 10-ാം തീയതി എ അയാളുടെ പ്ലാന്റ് ബിക്ക് വിൽക്കുന്ന ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് 10-ാം തീയതി. ദർ ഈസ് എ സെപ്പറേറ്റ് എഗ്രിമെന്റ് എൻഡേഡ് ബൈ മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി. ഇനി എയും ബിയും തമ്മിൽ ഈ പ്ലാന്റിലെ മെഷീനറി വിൽക്കുന്നതിന് വേണ്ടി, മെഷീനറി കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് എഗ്രിമെന്റ് ഉണ്ട്. ഈ എഗ്രിമെന്റ് എൻ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് 25th മെയ്ക്കാണ്. പ്ലാന്റ് വിൽക്കാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത് എന്താണ്? 10-ാം തീയതിയാണ്, 10th of May. ഇനി ഈ പ്ലാന്റിൽ തന്നെ ഉള്ള മെഷീനറി വിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുന്നത് 25th മെയ്ക്കാണ്. Mr. A hands over the possession of the plant and machinery on 30th May. ഇനി ഈ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ പൊസഷൻ, കൈവശാവകാശം അല്ലെങ്കിൽ ഇതിന്റെ പൊസഷൻ കൈമാറ്റം ചെയ്യുന്നു. പൊസഷൻ ആക്ച്വലി കൈമാറ്റം ചെയ്യുന്ന ഡേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് 30th മെയ്ക്കാണ്. ഇനി ഇതിന്റെ ടൈം ഓഫ് സപ്ലൈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇൻ ദിസ് കേസ് മെഷീനറി വിൽ ബി കൺസിഡേർഡ് ടു ബി ഡെലിവേർഡ് ഓൺ 30th May. ഇവിടെ 30th മെയ്ക്കാണ് നമ്മൾ മെഷീനറി ഡെലിവർ ചെയ്യുന്നതായിട്ട് കണക്കാക്കുന്നത്. ആൻഡ് ദി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് അണ്ടർ സെക്ഷൻ 31 will be 30th May. ഇവിടെ എന്താ? ഇവിടെ മെഷീനറിയും പ്ലാന്റും ഡെലിവർ ചെയ്യുന്ന ആ ദിവസം, ഇപ്പൊ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നതോട് കൂടി തന്നെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണമെന്നാണ് സെക്ഷൻ 31 പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ആകാൻ പറ്റില്ല. ഏത് ദിവസമാണോ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നത് ആ ദിവസമോ അതിന് മുമ്പോ ഇൻവോയ്സ് കൊടുക്കാം, അത് കഴിഞ്ഞ് പാടില്ല. ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി ആക്ച്വലി ഡെലിവർ ചെയ്യുന്നത് 30th മെയ്ക്കാണ്. ആ 30th മെയ്ക്ക് തന്നെ ഇൻവോയ്സ്, ടാക്സ് ഇൻവോയ്സും അല്ലെങ്കിൽ സപ്ലൈ ഇൻവോയ്സും ഡെലിവർ ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം. അപ്പം ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് എന്താണ്? 30th May ആണ്. ദെൻ ഇത് ആ ഒരു സെക്ഷൻ 31 പ്രകാരം നമ്മൾ ലെറ്റ്സ് ഗോ ത്രൂ അനദർ എക്സാമ്പിൾ. മിസ്റ്റർ വൈ ബോട്ട് ഗുഡ്സ് വർത്ത് ₹1 lakh ഫ്രം എക്സ്. വൈ എക്സിൽ നിന്നും 1,00,000 രൂപ വിലയുള്ള സാധനങ്ങൾ വാങ്ങുന്നു. ദെൻ ദി ഇൻവോയ്സ് വാസ് ഇഷ്യൂഡ് ഓൺ 15th January. ഈ 1,00,000 രൂപ വാങ്ങുമ്പോൾ അതിൻ്റെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ജാനുവരി 15-ാം തീയതിയാണ്. 1,00,000 രൂപ വിലയുള്ള സാധനങ്ങൾ, അതിൻ്റെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് ജാനുവരി 15-നാണ്. ദെൻ ദി പേയ്മെന്റ് വാസ് റിസീവ്ഡ് ഓൺ 31st January. പേയ്മെന്റ് റിസീവ് ചെയ്യുന്നത് 31st Januaryക്കാണ്. ഇപ്പൊ ടൈം ഓഫ് സപ്ലൈ എന്തായിരിക്കും? ഏർലിയർ നമ്മൾ നോക്കുക, ആദ്യം എന്താ നടന്നിരിക്കുന്നത്? ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്, ഇതിൽ ഏതാണോ ആദ്യം നടക്കുന്നത്? ഇവിടെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ആണ് ആദ്യം നടന്നിരിക്കുന്നത്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്താണ്? 15th Januaryക്കാണ്. പേയ്മെന്റ് സ്വീകരിക്കുന്നത് 31st Januaryക്കാണ്. സോ ഇൻ ദിസ് കേസ് ദി ഗുഡ്സ് വേർ സപ്ലൈഡ് ഓൺ 20th January. ഇൻ ദിസ് കേസ് ദി ടൈം ഓഫ് സപ്ലൈ ഇസ് 15th January. ജാനുവരി 15-ാം തീയതി തന്നെയാണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. കാര്യം എന്താ? ജാനുവരി 15-ാം തീയതി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നു. പിന്നെ പേയ്മെന്റ് ഇമ്മെറ്റീരിയൽ ആയിപ്പോയി. പേയ്മെന്റ് നടക്കുന്നത് എന്താണ്? പേയ്മെന്റ് വാസ് റിസീവ്ഡ് ഓൺ 31st January. 31st Januaryക്കാണ് പേയ്മെന്റ് കിട്ടുന്നത്. പക്ഷേ ഇതിന്റെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ജാനുവരി 15-നാണ്. അപ്പം ആദ്യം നടന്നത് ഇഷ്യൂ ഓഫ് എന്താണ്? ഇൻവോയ്സ് ആണ്. അപ്പം അതുകൊണ്ട് ആ 15th January ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇവിടെ ആ ഡെലിവറി അല്ലെങ്കിൽ എന്നാണ് ഗുഡ്സ് സപ്ലൈ ചെയ്തിരിക്കുന്നതിന് ഇമ്പോർട്ടൻസ് ഇല്ല. Now let's go through another example. Mr. X sold goods to Mr. Y worth ₹1 lakh. X Yക്ക് 1,00,000 രൂപ വില വരുന്ന സാധനങ്ങൾ വിൽക്കുന്നു. The invoice was issued on 15th January. ഇൻവോയ്സ് കൊടുത്തു. 15th Januaryക്ക് ഇൻവോയ്സ് കൊടുക്കുന്നു. 1,00,000 രൂപ വാല്യൂ വരുന്ന സാധനങ്ങൾ എക്സ് വൈക്ക് വിൽക്കുന്നു. ജാനുവരി 15-ാം തീയതി ഈ സാധനങ്ങളുടെ ഇൻവോയ്സ് കൊടുക്കുന്നു. ദെൻ ദി പേയ്മെന്റ് വാസ് റിസീവ്ഡ് ഓൺ 31st January. ഇവിടെ എന്താ? 31st Januaryക്കാണ് പേയ്മെന്റ് കിട്ടുന്നത്. ഇവിടെ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ ഡേറ്റ് തന്നെ നമ്മൾ നോക്കും. ഇൻവോയ്സ് കൊടുത്തിരിക്കുന്ന ആ ഡേറ്റ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. പേയ്മെന്റ് കിട്ടിയിരിക്കുന്നത് പിന്നീട് ഒരു അവസരത്തിലാണ്. അപ്പോൾ ആദ്യത്തെ ഡേറ്റ് വെച്ച് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കും. ദെൻ
ദി ഗുഡ്സ് വെയർ സപ്ലൈഡ് ഓൺ 20th ജാനുവരി. ഇനി ഇവിടെയും എന്താ, ജാനുവരി 20th സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത്, 20th ജാനുവരി. ആൻഡ് ആൻ അഡ്വാൻസ് ഓഫ് 30,000. 30,000 രൂപയുടെ അഡ്വാൻസ്. An advance of 30,000 is received by Mr. X on 1st January. ഇവിടെ എന്താ, ജാനുവരി 1-ാം തീയതി 30,000 രൂപ അഡ്വാൻസ് ആയിട്ട് എക്സ് വൈയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം പേയ്മെന്റ് കിട്ടി. 30,000 രൂപയുടെ എന്താ അഡ്വാൻസ് പേയ്മെന്റ് റിസീവ് ചെയ്യുന്നു ജാനുവരി 1-ാം തീയതി. ഈ ഒരു കേസിൽ ഈ 30,000 രൂപയുടെ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്ന എന്തായിരിക്കും, ജാനുവരി 1-ാം തീയതി ആയിരിക്കും. കാരണം അവിടെ അഡ്വാൻസ് പേയ്മെന്റ് കിട്ടി. അഡ്വാൻസ് പേയ്മെന്റ്, റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്. അപ്പം ഈ 1,00,000 രൂപ വിലയുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ അതിൽ 30,000 രൂപ വാല്യൂ ജാനുവരി 1-ാം തീയതി തന്നെ റിസീവ് ചെയ്യുന്നു. അപ്പം 30,000 രൂപയുടെ റെസിപ്റ്റ് എന്നാ നടന്നിരിക്കുന്നത്, അത് ജാനുവരി 1-ാം തീയതിയാണ്. അപ്പം date of receipt of payment regarding that 30,000 worth goods is on 1st January. അപ്പം അതുകൊണ്ട് ആ 30,000 രൂപയുടെ സാധനങ്ങൾ ടൈം ഓഫ് സപ്ലൈ 1st ജാനുവരി ആയിരിക്കും. ബാക്കി വരുന്ന സാധനങ്ങളുടെ സപ്ലൈ ആണ് ഇൻവോയ്സിന്റെ ഡേറ്റ് വരുന്നത്. Then in this situation the time of supply for advance of rupees 30,000 will be 1st January and for the balance rupees 70,000 the time of supply will be 15th January. ബാക്കിയുള്ള 70,000-നായിരിക്കും എന്താണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നു. ഇവിടെ നമ്മൾ ആ 3 സാഹചര്യങ്ങളിലെയും ടൈം ഓഫ് സപ്ലൈ കണക്കാക്കുന്നതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു. Now രണ്ടാമത്തെ ഒരു സാഹചര്യം നമുക്ക് നോക്കാം. ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ് അണ്ടർ റിവേഴ്സ് ചാർജ്. റിവേഴ്സ് ചാർജ് വന്നു കഴിഞ്ഞാൽ ടൈം ഓഫ് ചാർജ് എന്താണ്? റിവേഴ്സ് ചാർജിന്റെ കേസിൽ സാധനങ്ങൾ റിസീവ് ചെയ്യുന്ന ആൾ തന്നെ ടാക്സ് അതോറിറ്റിക്ക് പേ ചെയ്യുന്നു. റിവേഴ്സ് ചാർജ് ഏതാണ്? സപ്ലയർ അല്ല പേയ്മെന്റ് നടത്തുന്നത്. റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം ദി റിസീവർ ഓഫ് ദി ഗുഡ്സ് മേക്സ് ദി പേയ്മെന്റ് ഓഫ് GST. അതാണ് റിവേഴ്സ് ചാർജ്. ഇനി റിവേഴ്സ് ചാർജിന്റെ കേസിൽ എപ്പോഴാണ് ടൈം ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? Then the time of supply for goods under reverse charge is the earliest of the following dates. ഇവിടെ എന്താ earliest of the following dates ആ പറഞ്ഞിരിക്കുന്നത്. റിവേഴ്സ് ചാർജ് നമ്മൾ ഓർത്തിരിക്കുക, സാധനങ്ങൾ റിസീവ് ചെയ്യുന്ന ആള് തന്നെ ഗവൺമെന്റിന് ടാക്സ് പേ ചെയ്യുന്നു, സപ്ലയർ അല്ല പേ ചെയ്യുന്നത്. ഫോർവേഡ് ചാർജ് ആണെങ്കിൽ റിസീവറിൽ നിന്നും സപ്ലയർ ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റ് പേ ചെയ്യും. റിവേഴ്സ് ചാർജ് ആകുമ്പോൾ സപ്ലയർ ഇതിനകത്ത് റോളില്ല, സാധനങ്ങൾ റിസീവ് ചെയ്യുന്ന ആൾ തന്നെ ടാക്സ് ഗവൺമെന്റിന് പേ ചെയ്യുന്നു. ഇനി അങ്ങനെ വരുന്ന കേസിൽ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ റിസീവ് ചെയ്യുന്ന ദിവസം. ഫോർവേഡ് ചാർജ് ആണെങ്കിൽ എന്താ വരുന്നത്? ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ദെൻ സെക്കൻഡ്ലി ഡേറ്റ് ഓൺ വിച്ച് പേയ്മെന്റ് ഈസ് മെയ്ഡ്. ഇനി റിവേഴ്സ് ചാർജ് ആണെങ്കിൽ പേയ്മെന്റ് നടത്തുന്ന ദിവസം, ഫോർവേഡ് ചാർജ് ആണെങ്കിൽ ഡേറ്റ് ഓൺ വിച്ച് ദി പേയ്മെന്റ് ഈസ് റിസീവ്ഡ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഫോർവേഡ് ചാർജ് ആണെങ്കിൽ എന്താണ്? ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഐദർ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ ഡേറ്റ് ഓൺ വിച്ച് പേയ്മെന്റ് ഈസ് മെയ്ഡ്. ദെൻ വിത്തിൻ 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് an invoice by the supplier. ഇനി അതല്ല എങ്കിൽ ഒരു സപ്ലയറിൽ നിന്ന് ഇൻവോയ്സ് കിട്ടി 30 ദിവസത്തിനകം ഏതെങ്കിലും ഒരു ഡേറ്റ്, വിത്തിൻ 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് an invoice by the supplier. സപ്ലയറിൽ നിന്ന് ഇൻവോയ്സ് കിട്ടി 30 ദിവസത്തിനകം ഈ പേയ്മെന്റ് നടത്തിയിരിക്കണം. സപ്ലയർ ഒരു റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരമാണെങ്കിൽ സപ്ലയർ കൊടുക്കുന്ന ഇൻവോയ്സ് പ്രകാരം റിസീവർ ടാക്സ് ആ ഇൻവോയ്സ് കിട്ടി 30 ദിവസത്തിനകം പേയ്മെന്റ് നടത്തിയിരിക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ പേയ്മെന്റ് നടത്തുന്ന ദിവസമോ അല്ലെങ്കിൽ സാധനങ്ങൾ റിസീവ് ചെയ്യുന്ന ദിവസമോ അല്ലെങ്കിൽ എന്നാണോ പേയ്മെന്റ് നടക്കുന്നത്, ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ് അണ്ടർ റിവേഴ്സ് ചാർജ്. ദെൻ സി, മൂന്നാമത്തെ ഒരു കേസാണ് ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ് അതർ ഗുഡ്സ് ആണ്, അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുന്നത്? മിസ്ലേനിയസ് പ്രൊവിഷൻസ്.
റിവേഴ്സ് ചാർജിലും ഫോർവേഡ് ചാർജിലും ഉൾപ്പെടാത്ത മറ്റ് സാധനങ്ങളുടെ ടൈം ഓഫ് സപ്ലൈ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? മിസ്ലേനിയസ് പ്രൊവിഷൻസിന്റെ കീഴിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും എന്താ? സപ്ലൈ ഓഫ് വൗച്ചേഴ്സ്. ഈ ഷോപ്പിംഗ് മോളുകളിലോ അല്ലെങ്കിൽ ചില പ്രത്യേക ബ്രാൻഡുകളുടെ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഷോറൂമുകളിലോ നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഈ വൗച്ചേഴ്സ് കിട്ടും. നമുക്ക് വൗച്ചേഴ്സ് വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആയിട്ട് കിട്ടും. ഇനി ഇ കൊമേഴ്സ് പോർട്ടൽസ് വൗച്ചേഴ്സ് കൊടുക്കാറുണ്ട്. എന്താ, ഒന്നെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താ ഗിഫ്റ്റ് വൗച്ചേഴ്സ് കിട്ടും, നമുക്ക് ആ വൗച്ചേഴ്സ് ഗിഫ്റ്റ് ചെയ്യാം. ഇതല്ലെങ്കിൽ ആ വൗച്ചേഴ്സ് ഉപയോഗിച്ച് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇനി വൗച്ചേഴ്സിന്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താ? ഏർലിയസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഡേറ്റ്സ്. അപ്പം നമ്മൾ ഫോർവേഡ് ചാർജിന്റെ കീഴിൽ വരുന്ന സാധനങ്ങളുടെ സപ്ലൈ ആണെങ്കിലും, ഇനി റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന്റെ കീഴിൽ വരുന്ന സാധനങ്ങളുടെ സപ്ലൈ ആണെങ്കിലും, ഇനി മറ്റ് പ്രൊവിഷൻസിന്റെ മിസ്ലേനിയസ് പ്രൊവിഷൻസിന്റെ കീഴിൽ വരുന്നതാണെങ്കിലും എന്താണ്, ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ഏർലിയസ്റ്റ് ഓഫ് ദി ഡേറ്റ്സ് ആണ്. ദെൻ ആദ്യം പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കേസിൽ ഇവിടെ രണ്ട് തരത്തിലുള്ള ഇഷ്യൂ വരുന്നുണ്ട്. ഒന്ന്, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ. നമ്മൾ ഈ വൗച്ചേഴ്സ് എന്താ, ആദ്യത്തെ കേസ് വരുന്ന എന്താണ്? ഒരു സിംഗിൾ പർപ്പസ് വൗച്ചേഴ്സ്. സിംഗിൾ പർപ്പസ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആ വൗച്ചറിൽ തന്നെ പർപ്പസ് എഴുതിയിരിക്കും. വൗച്ചർ ഫോർ പർച്ചേസ് ഓഫ് മിക്സി. അവിടെ എന്താ, മിക്സി വാങ്ങാൻ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ വൗച്ചർ ഫോർ റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ് വാങ്ങാനാണെങ്കിൽ എന്താ, അതിന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള വൗച്ചേഴ്സ് എന്താ പറയുന്നത്? സിംഗിൾ പർപ്പസ് ഓർ സ്പെസിഫിക് പർപ്പസ് വൗച്ചേഴ്സ്. So in case of single purpose or specific purpose vouchers, then ഇവിടെ എന്താ, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ദി വൗച്ചർ. ആ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന ദിവസം തന്നെ ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. മറ്റ് തരത്തിൽപ്പെട്ട വൗച്ചേഴ്സും ജനറൽ പർപ്പസ് വൗച്ചേഴ്സ് ഉണ്ട്. 1000 രൂപയ്ക്ക് ഒരു ജനറൽ പർപ്പസ് വൗച്ചർ കിട്ടി. നമ്മളിപ്പോൾ ഒരു റിലയൻസ് ട്രെൻഡ്സിന്റെ ഒരു ഷോറൂമിൽ ചെന്നു, അവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങി. നമ്മളിപ്പോൾ ഒരു 3000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ 1000 രൂപ വിലയുള്ള ഒരു വൗച്ചർ നമുക്ക് തരുന്നു. ഇവിടെ ഈ വൗച്ചർ ഉപയോഗിച്ച് നമുക്ക് എന്താ, ഇത്ര ദിവസത്തിനകം അവർ ആ ടൈം കൂടെ പറയും. ഇത്ര ദിവസത്തിനകം റിലയൻസ് ട്രെൻഡ്സിന്റെ ഏത് ഷോറൂമിൽ നിന്ന് വേണമെങ്കിലും 1000 രൂപ വില വരുന്ന സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് വാങ്ങാം. അപ്പം അവിടെ എന്താണ്, ഇവിടെ ഇന്ന സാധനം സ്പെസിഫിക് ആയിട്ട് വാങ്ങണമെന്നില്ല. അവിടെ നമുക്ക് ആ ഗിഫ്റ്റ് വൗച്ചർ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക വൗച്ചർ ഉപയോഗിച്ച് ആ വൗച്ചറിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന തുകയ്ക്ക് കീഴിൽ വരുന്ന ഏത് സാധനങ്ങൾ വേണമെങ്കിലും വാങ്ങാം. ഇങ്ങനെയുള്ള വൗച്ചേഴ്സിന്റെ കാര്യത്തിൽ ഡേറ്റ് ഓഫ് റിഡംഷൻ, ഡേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഇൻ ഓൾ അതർ കേസസ് ഫോർ സപ്ലൈ ഓഫ് വൗച്ചേഴ്സ്, സ്പെസിഫിക് വൗച്ചേഴ്സ് അല്ലാതെ ജനറൽ പർപ്പസ് വൗച്ചേഴ്സ് ആണെങ്കിൽ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് ദി വൗച്ചർ ആണ്. ഏത് ഡേറ്റിനാണോ ഈ വൗച്ചർ കൊടുത്തിട്ട് പകരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്നത് ആ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. അതിൻ്റെ ആ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നമുക്കൊരു സ്പെസിഫിക് പർപ്പസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പ് കീപ്പർ ഒരു സ്പെസിഫിക് പർപ്പസ് എന്ന് കഴിഞ്ഞാൽ ആ ഇഷ്യൂ ചെയ്യുന്ന, ഇൻ കേസ് ഓഫ് സ്പെസിഫിക് പർപ്പസ് വൗച്ചേഴ്സ്, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ. ജനറൽ പർപ്പസ് ആണെങ്കിൽ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് വൗച്ചർ. എന്നാണോ ഈ വൗച്ചർ ഹാൻഡ് ഓവർ ചെയ്തിട്ട് പകരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്നത് ആ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ഉള്ളതാണെങ്കിൽ ആ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന ദിവസം തന്നെ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കും. ഇത് ജനറൽ മിസ്ലേനിയസ് പ്രൊവിഷൻസിന്റെ കീഴിൽ വരുന്നതാണ്. ഇനി ഇതിന് പുറമെ ഒരു റെസിഡ്യൂറി ക്ലോസ് ഉണ്ട്. റെസിഡ്യൂറി ക്ലോസ് ഇൻ കേസ് ഇറ്റ് ഈസ് നോട്ട്, അത് പറഞ്ഞിരിക്കുന്നത് എന്താ, നമുക്ക് ഈ പറയുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന, അതായത് മിസ്ലേനിയസ് പ്രൊവിഷൻസിന്റെ കീഴിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ആ ടൈം ഓഫ് സപ്ലൈ കണക്കാക്കാൻ പറ്റുന്നില്ലാത്ത കേസുകളിൽ, ഇൻ കേസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിറ്റർമൈൻ ദി ടൈം ഓഫ് സപ്ലൈ അണ്ടർ ദി അഫോർസഡ് പ്രൊവിഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊവിഷൻസ് പ്രകാരം ടൈം ഓഫ് സപ്ലൈ കണക്കാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ദി ടൈം ഓഫ് സപ്ലൈ ഈസ്
ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ. ഇനി എന്താ, GST റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആ ഡ്യൂ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇൻ കേസ് വെർ പീരിയോഡിക്കൽ റിട്ടേൺ ഹാസ് ടു ബി ഫിൽഡ്, പീരിയോഡിക്കൽ റിട്ടേൺ ഫിൽ ചെയ്യുന്ന ഒരു റെഗുലർ ടാക്സ് പെയർ ആണ് എങ്കിൽ ആ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. നമുക്ക് മറ്റു പ്രൊവിഷൻസ് ഒന്നും ഉപയോഗിച്ച് ടൈം ഓഫ് സപ്ലൈ കണക്കാക്കാൻ സാധ്യമല്ല എങ്കിൽ ദെൻ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ടാക്സ് ഇൻ ഓൾ അതർ കേസസ്, ഇതെന്താ, റെഗുലർ ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ലാത്ത കേസുകളിലെല്ലാം തന്നെ ടാക്സിന്റെ പേയ്മെന്റ് ഡേറ്റ് ആയിരിക്കും എന്തായിട്ട് കണക്കാക്കുന്നത്, നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ഇതിന്റെ കീഴിൽ തന്നെ നമുക്ക് ഈ മിസ്ലേനിയസ് പ്രൊവിഷൻസിന്റെ കീഴിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് വരുന്നത്. സപ്ലൈ ഓഫ് വൗച്ചേഴ്സ്, വൗച്ചേഴ്സിന്റെ സപ്ലൈ ആണെങ്കിൽ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ്. ഇനി റെസിഡ്യൂറി ക്ലോസ് പ്രകാരം ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ് കണക്കാക്കുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നതാണ് അഡീഷണൽ പേയ്മെന്റ്സ്. അഡീഷണൽ പേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ ദി പേയ്മെന്റ് ഹാസ് ടു ബി മെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ടേംസ് ഓഫ് ദി ബിസിനസ്, അല്ലെങ്കിൽ ടേംസ് ഓഫ് പർച്ചേസ്, അല്ലെങ്കിൽ ടേംസ് ഓഫ് സെയിൽ. വാങ്ങലിൻ്റെയോ വിൽപ്പനയുടെയോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് പേയ്മെന്റ് നടത്തിയിരിക്കണം. ഇനി ഇങ്ങനെ പേയ്മെന്റ് നടത്തുന്നില്ല എങ്കിൽ സപ്ലയർക്ക് എന്താ, അഡീഷണൽ ചാർജസ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവും. സാധാരണഗതിയിൽ ഡിലേഡ് പേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്ന, പറഞ്ഞിരിക്കുന്ന ഡേറ്റ് കഴിഞ്ഞു, പേയ്മെന്റ് കിട്ടുന്നില്ല എങ്കിൽ ഡെബിറ്റ് നോട്ട്സ് വിൽ ബി ഇഷ്യൂ. ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് അഡീഷണൽ എമൗണ്ട് സപ്ലയർ കളക്ട് ചെയ്യും. ഇനി ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അഡീഷണൽ എമൗണ്ട് ആയിട്ട് ഇൻട്രസ്റ്റോ ലേറ്റ് ഫീയോ മറ്റ് ചാർജുകളോ കളക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ കളക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റിന്റെയും ലേറ്റ് ഫീയുടെയും മറ്റ് ചാർജുകളുടെയും ടൈം ഓഫ് സപ്ലൈ എന്നായിരിക്കും. സോ ഇൻ കേസ് ഓഫ് അഡീഷണൽ പേയ്മെന്റ്സ് ലൈക്ക് ഇൻട്രസ്റ്റ്, ഈ അഡീഷണൽ പേയ്മെന്റ്സിന്റെ മേലും GST ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇൻ കേസ് ഓഫ് സച്ച് അഡീഷണൽ പേയ്മെന്റ്സ്, ഇൻ കേസ് ഓഫ് അഡീഷണൽ പേയ്മെന്റ്സ് ലൈക്ക് ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ ഓർ പെനാലിറ്റി. അഡീഷണൽ പേയ്മെന്റ്സ് എന്താണ്, ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ എന്താ, പേയ്മെന്റ് കറക്റ്റ് സമയത്ത് കൊടുക്കുന്നില്ല, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ഇനി ലേറ്റ് ഫീ ചാർജ് ചെയ്യാം, ഇനി അല്ലെങ്കിൽ പെനാലിറ്റി ചാർജ് ചെയ്യാം, ഫൈൻ അടിക്കുന്നു, പെനാൽറ്റി ചാർജ് ചെയ്യാം. ഫോർ ഡിലേഡ് പേയ്മെന്റ് ഓഫ് എനി കൺസിഡറേഷൻ, എന്തെങ്കിലും കൺസിഡറേഷന് പകരമായിട്ട് എന്തെങ്കിലും ലേറ്റ് ഫീയോ ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ദി ടൈം ഓഫ് സപ്ലൈ ഷാൽ ബി ഡേറ്റ് ഓൺ വിച്ച് ദി സപ്ലൈ റിസീവ് സച്ച് അഡീഷൻ ഇൻ വാല്യൂ. അപ്പം ദി സപ്ലൈ റിസീവ് സച്ച് അഡീഷൻ ഇൻ വാല്യൂ. അപ്പം ഇങ്ങനെ അഡീഷൻ ഇൻ വാല്യൂ അല്ലെങ്കിൽ ലേറ്റ് ഫീയോ ഇൻട്രസ്റ്റോ പെനാലിറ്റിയോ ഒക്കെ സപ്ലൈ റിസീവ് ചെയ്യുന്ന ആ ദിവസമായിരിക്കും, ആ ഡേറ്റ് ആയിരിക്കും GSTയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പർട്ടിക്കുലർ റെസീറ്റിന്റെ മേൽ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇത്രയും നമ്മൾ എന്താ പഠിച്ചത്, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ഒരു സെക്ഷനാണ്, സെഷൻ 12, ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ്. So with this we shall stop today. We will meet again. Thank you.